മരുമക്കത്തായത്തിന്റെ ദുഷ്ടതയാണ് വേലായുധനെ ഒരു ഭ്രാന്തനാക്കിയത് എന്ന് മനസ്സിലായി. നായർ തറവാടുകളിൽ അച്ഛനുണ്ടാവാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. ഒരു 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അച്ഛനെ പറഞ്ഞാൽ ഒരു നായർക്കും ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അന്ന് മരുമക്കത്തായമായിരുന്നു, അച്ഛൻ എവിടെയായിരുന്നു, അച്ഛൻ അസ്പഷ്ടമായ ഒരു സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് ഈ വേലായുധനെയും കാരണവരാണ് അന്ന് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ആ കാരണവർ എന്ന് പറയുന്നത്, ഈ കാരണവരായിരുന്നു അയാളുടെ വിധി നിർണയിച്ചിരുന്നത്. ചെറിയ ബുദ്ധിക്കുറവ് വളർത്തി ഒരു വലിയ ഭ്രാന്തനാക്കാൻ ഈ കാരണവർക്ക് സാധിച്ചു. അതുകൊണ്ട് ആരുടെ അഭാവമാണോ ഈ വേലായുധനെ ഈ വിധത്തിലാക്കിയത് എന്ന് എന്റെ സ്വപ്നം തന്ന ഉത്തരമായിരുന്നു അച്ഛൻ എന്ന് പറയുന്നു. അവരുടെ അച്ഛന്റെ അഭാവമായിരുന്നു വാസ്തവം. അത് തന്നെ വീണ്ടും നാലുകെട്ടിൽ ഏതാണ്ട് എല്ലാ കൃതികളിലും താൻ ജീവിച്ച സാഹചര്യത്തോടുള്ള കറയാണ് എം.ടി. വാസുദേവൻ എഴുതിയത്. കറ എന്ന് പറഞ്ഞാൽ പക തന്നെ. നാലുകെട്ടിലെ പിന്നെ അപ്പുമ്മയായാലും ശരി, ഈ വേലായുധനിലൂടെ എം.ടി. ആവിഷ്കരിച്ച മനോഗതമായിരുന്നെങ്കിലും ശരി, കുട്ടിയിടത്തിയിലെ വാളു എങ്ങനെ തിരസ്കൃതയായി എന്നതിന്റെ കാരണങ്ങളായാലും ശരി, മലയാളി അക്കാലത്ത് ജീവിച്ച ജീവിത സാഹചര്യങ്ങളോടുള്ള ഒരു കറയാണ് എം.ടി. വാസുദേവൻ നായർ എഴുതിയത്. അത് നമ്മളെ വ്യക്തിപരമായി സ്വാധീനിച്ചു. ഏറ്റവും വലിയ എഴുത്തുകാരൻ എന്ന അർത്ഥത്തിലല്ല, മലയാളത്തിലെ ഓരോ വ്യക്തിയുടെയും ഇന്റിമേറ്റ് റൈറ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എം.ടി. ആയിരുന്നു എന്നതാണ് വ്യത്യാസം. അദ്ദേഹത്തിന് ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഓരോ കഥയുടെ അവസാനം ശുഭം മംഗളം എന്നൊക്കെ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എം.ടിയുടെ ഒരു കഥയുടെ കീഴിൽ ശുഭം മംഗളം എന്ന് എഴുതി എങ്ങനെ ഇരിക്കും? പറ്റില്ല. അത് അത്രമേൽ അസ്വസ്ഥതയിലേക്ക് തുറന്നു വിടുന്ന ഒരു വാതിൽ ആണ്. അത് അത്രമേൽ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. വേദന കൊണ്ട് മാത്രമേ വേദനയെ മനസ്സിലാക്കൂ എന്ന തത്വമാണ് എം.ടി. വാസുദേവൻ നായരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നത്. സന്തോഷിക്കാനല്ല നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കലയിൽ പക്ഷേ ജീവിതത്തിൽ കിട്ടാത്ത ഈ വേദനകൾക്കൊക്കെ ഒരു സാന്ത്വനം നാം ആവിഷ്കരിക്കുന്നു. എങ്ങനെയാണ് കല ഇത് ആവിഷ്കരിക്കുക? കല ഇത് ആവിഷ്കരിക്കുക വലിയ വേദനകളെ, ഇതിലും വലിയ വേദനകളെ അവതരിപ്പിച്ച് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആത്മാവിനോട് സംവദിച്ച ഒരു എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. നാം ജീവിക്കുന്ന ജീവിതം തന്നെയാണ് ഒന്നാം മൂലം. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചിന്താധാരകളാണ്, അതിന്മേൽ പടുത്തുയർത്തപ്പെടുന്ന കലാബോധമാണ് രണ്ടാമൂഴം എന്ന് പറയുന്നത്. ആ രണ്ടാമൂഴം നോക്കുക. എം.ടി. എവിടെ വേദനയ്ക്ക് അടിസ്ഥാനമുണ്ടോ, ആര് വേദനിക്കുന്നോ അവരെ കുറിച്ചാണ് എഴുതുക. മഹാഭാരതം വായിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, സേനാനായകനായിരുന്നിട്ടും ഒരു പ്രാധാന്യവും കിട്ടാതെ പോയ ഒരു കഥാപാത്രം എല്ലാവരുടെ മനസ്സിലും ഉള്ളത് അർജുനാണ്, കൃഷ്ണനാണ്, യുധിഷ്ഠിരനാണ്, മറ്റോരോരുത്തരുമാണ്. ആ നിലയിലേക്കുള്ള പ്രാധാന്യം കിട്ടാതെ പോയ ഒരാളെ മുൻനിർത്തി മഹാഭാരതം ആവിഷ്കരിച്ചാൽ, പുതിയ ഒരു കോണിൽ വെച്ച് ആവിഷ്കരിച്ചാൽ അതിന് നിശ്ചയമായും വേണ്ടത് എന്താണ്? താൻ അനുഭവിച്ച ജീവിത സങ്കടം ആണ്. എം.ടിയുടെ രണ്ടാം മൂഴത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ P.K. ബാലകൃഷ്ണന്റെ ഇത് ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക് ഇല്ലാത്ത പ്രത്യേകത, അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച അവഗണനകൾ കൊണ്ട് ആ കൃതി വായിച്ചു, ആ കൃതി ആവിഷ്കരിച്ചു എന്നതാണ്. ഇങ്ങനെ ഓരോ കൃതിയും ഇങ്ങനെയാണ്. അങ്ങനെ
വ്യക്തി ജീവിതത്തിലെ വേദന കലർത്തി സാഹിത്യം രചിച്ച ആളാണ് എം ടി ആത്മകഥ എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് ആത്മകഥ എഴുതിയില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത്, എന്റെ എല്ലാ ചെറുകഥകളിലും ആത്മകഥ എഴുതപ്പെട്ടിരിക്കുന്നു, എന്റെ നോവലിലൊക്കെ അത് പ്രതിഫലിക്കുന്നു, എന്റെ ആത്മാവ് ചേർക്കാത്ത യാതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ ആത്മാംശത്തിന്റെ സാധ്യതയാണ്, ശക്തിയാണ് എം ടി എന്ന എഴുത്തുകാരനെ മലയാളത്തിലെ ഓരോ വായനക്കാരന്റെയും എന്റെ എഴുത്തുകാരൻ എന്ന് പറയിക്കുന്ന ശക്തിയായി മാറിയത്. അങ്ങനെയുള്ള ആ എന്റെ എഴുത്തുകാരൻ എന്നല്ല, ഓരോരുത്തരുടെയും മനസ്സിലുള്ള മൈ റൈറ്റർ എന്ന അവസ്ഥ എം ടി വാസുദേവൻ നായർ സാക്ഷാത്കരിച്ചതുപോലെ മറ്റൊരാളും സാക്ഷാത്കരിച്ചിട്ടില്ല.